ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡ്രീം യൂഗിയാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ വണ്ടി വാഷിംഗ് കേസ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, നോട്ട് വർക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയിൻ്റെ ഭാഗത്തു നിന്ന് സൗണ്ട് കാണിക്കുന്നുണ്ട്. അത് രണ്ടാളൊക്കെ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് ചെയിൻ നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് സിംഗിൾ ഓടുമ്പോൾ തന്നെ സൗണ്ട് ഉണ്ട്. അത് ചെയിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നാണ് കേസാണ്, ചെയിൻ്റെ കംപ്ലൈൻ്റ് ആണ്. രണ്ടാളിരിക്കുന്ന സമയത്ത് ലോഡാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി സൗണ്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ചെയിനോടനുബന്ധിച്ച് പറഞ്ഞാൽ ചെയിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വന്നേക്കുന്ന സൗണ്ടാണ് കേട്ടോ. അത് നമുക്കതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ബ്രേക്കാണ്, ലൈനറാണ് കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറിനാണ്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ടയറൊക്കെ ചെക്ക് ചെയ്തു. MRFൻ്റെ ടയർ എടുക്കണം, നല്ല ടയർ എടുക്കണം കേട്ടോ. കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഹബിന് ഈ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അത് നമുക്ക് തൽക്കാലം പേപ്പർ പിടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ ചെറിയ വരകൾ ഉണ്ടാവും. അത് ഈ ലൈനർ വരയണ പൊടിയൊക്കെ ഇതിനകത്ത് ഉള്ളിൽ വരെയും. അപ്പോൾ അതും ആ ലൈനറിൻ്റെ ഇടയിൽ വന്ന ഗ്യാപ്പിൽ വരുമ്പോൾ ചെറിയൊരു റഫ്നെസ് വന്നിട്ട് വന്ന കംപ്ലൈൻ്റ് ആണ്. മാക്സിമം ഉപയോഗിക്കുക. അതിന് ശേഷം തീരെ മോശമാവുന്ന സമയത്ത് നമുക്ക് അതൊന്ന് ലൈത്തി കയറ്റിയിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. ചെയിൻ്റെ കംപ്ലൈൻറ്റ് ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടേക്കണതാണ്. ചെയിൻ ഗ്രീസ് ചെയ്ത് കിട്ടണം. അപ്പോൾ നിലവിൽ ചെയിൻ അടിക്കണ സൗണ്ടല്ല, അതായത് ചെയിൻ ബാക്ക് സ്പോക്കറ്റുമ്പോൾ പിടിക്കാതെ വരുമ്പോഴുള്ള ഒരു സൗണ്ടാണ് കാണിക്കുന്നത്. ചെയിനൊക്കെ ഗ്രീസ് ചെയ്തിട്ട് ഉപയോഗിച്ചാണ്. നമ്മൾ കഴിഞ്ഞ സർവീസിലൊക്കെ ഗ്രീസിങ് ചെയ്തേക്കണതാണ്. അപ്പോൾ നമുക്ക് 100% സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റി പുതിയതിട്ടാലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയും എന്താ ചെയ്യേണ്ടത്, ചെയിൻ സ്പോക്കറ്റ് മാറ്റണോ എന്നുള്ള ദിവസം നോക്കാം. അങ്ങനെയാണെങ്കിൽ അതടക്കമുള്ള ചെയിൻ സ്പോക്കറ്റ് മാറ്റി വരുന്നൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത്. പുത്തൻ ഫിൽറ്ററാണ്. കഴിഞ്ഞ സർവീസ് നമ്മൾ മാറ്റിയിട്ടാണ്. അപ്പോൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ 2 കേബിളുകൾ കംപ്ലൈൻറ്റ് കാണുന്നുണ്ട്. ഒന്ന് ക്ലച്ചിൻ്റെ കേബിൾ. ഇവിടെ നോക്കുമ്പോൾ അറിയാതെ ഇവിടെ ഔട്ടർ പൊട്ടിയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കണം. തുരുമ്പ് ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് ആ ക്ലച്ച് കേബിൾ മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ക്ലച്ച് ലോഡായി കിടന്ന് ഓടാനൊരു കാരണമാവും. ആ ഔട്ടർ വലിച്ചിലേ ഇപ്പം തന്നെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ അതാണ് നല്ലത്. ഇതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ലോഡായി കിടന്ന് ഓടുമ്പോഴത്തേക്കും ലോഡായി കിടക്കുമ്പോൾ ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളതിൻ്റെ ഈ ഫ്രീ പ്ലേ ഒക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ക്ലച്ച് ഡിസ്ക് പോകാനൊരു കാരണമായിട്ട് വരും. കൈയോടെ മാറ്റിക്കളയാം. എന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും അത് മാറ്റേണ്ടതാണ്. ഇപ്പം തന്നെ ഓൾറെഡി ഉണ്ട്. അടുത്ത സർവീസ് വരുമ്പോഴത്തേക്കും ഏതായിരിക്കും അവസ്ഥ എന്നുള്ള ദിവസം നമുക്ക് അറിയില്ല. അത് കൂടുതലായിട്ട് വരാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ക്ലച്ച് ഡിസ്ക് വെറുതെ കളയണ്ട. അപ്പോൾ അത് മാറ്റിയിടണമാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ സ്ലീവൊക്കെ പോയിട്ടുണ്ട് ഈ സൈഡിൽ. എന്നാൽ ടൈറ്റൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ വേണമെങ്കിൽ മാറ്റിയിടണം ഏറ്റവും സേഫ് എപ്പോഴും. പിന്നെ അത് തീരെ മോശമായ അവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് കേബിൾ വേണമെങ്കിൽ നമുക്കത് നിലനിർത്താം. മാറ്റി കളയാനായിരിക്കും സേഫ്. ഇനി വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ക്രൗണും പിനിയും പോയേക്കണമാണ്. ഈ ക്രൗണും പിനിയനും മാറ്റിയിട്ട് ഒരുപാടായിട്ടില്ല. പുതിയ പിനിയനും ക്രൗണുമാണത്. പക്ഷേ ഇതിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പിനിയൻ നല്ല രീതിയിൽ തേയ്മാനം വന്നു പോയിട്ടുണ്ട്. ഈ 2 ഐറ്റവും പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പ്ലാസ്റ്റിക് ടൈപ്പ് ഐറ്റമാണ് വരാം. പക്ഷേ അത് പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരാറില്ല. അങ്ങനെ കംപ്ലൈൻറ്റ് വന്നെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ മീറ്റർ, ഈ മെക്കാനിസം, ഈ കേബിളാണല്ലോ അത് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആ മീറ്റർ മെക്കാനിസം ടൈറ്റ് വരുമ്പോൾ കേബിൾ കറങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വരും. ആ കറങ്ങാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് ആ പല്ല് കക്കി പോകണമാണ് മെയിനായിട്ട് വന്നതാണ് പ്രശ്നം. അപ്പോൾ ശരിക്കും ഇപ്പോൾ നല്ലൊരു ക്രൗണും പിന്നീട് മാറ്റിയിട്ടെങ്കിൽ റെഡി ആയിക്കോളും. ഞാൻ ആ മീറ്റർ ഒന്ന് ലൂബ്രിക്കേറ്റൊക്കെ ചെയ്തിട്ട് കയറ്റിയിടാം ഈ മീറ്റർ യൂണിറ്റ്. അതല്ലെങ്കിൽ പിന്നെ ആ മീറ്റർ അസംബ്ലി മാറ്റി വെച്ചാലാണ് പിന്നെ അത് റെഡി ആവുള്ളൂ. തൽക്കാലം നമുക്കത് ഒരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്ത് ലൂബ്രിക്കേഷനൊക്കെ കൊടുത്തൊന്ന് കയറ്റി ഇട്ട് നോക്കാം. വീണ്ടും പ്രശ്നമാണെങ്കിൽ മാറ്റി മെക്കാനിസത്തെ പടി മാറ്റി വയ്ക്കുക. അതാണ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യമുണ്ട്, ഉപയോഗിക്കാനായിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫോർക്കിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ പുതിയ പ്ലഗ് കിടക്കണം. എയർ ഫിൽറ്റർ പ്ലഗും കൂടി മാറ്റിയിട്ടാണ് പുതിയ പ്ലഗൊക്കെ കിടക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഇതും ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററി ഉണ്ട്. ഞാൻ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, എൻ്റെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വോൾട്ട് നോക്കുമ്പോൾ 12.99 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല.
അപ്പോൾ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ആ ചെയിൻ സ്പോക്കറ്റിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ സ്പോക്കറ്റ് മാറ്റിയാലാണ് ആ സൗണ്ട് മാറുള്ളൂ. അപ്പോൾ ചെയിൻ അടിയല്ല, അതൊരു പല്ലുകൾ തേമാനം മഞ്ഞേക്കണതിൻ്റെ ഒരു സൗണ്ടാണ് അത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് 100% ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാറ്റാം, എഞ്ചിൻ ഓയിൽ മാറ്റാം. ബ്രേക്കിൻ്റെ കേബിള് ഈ പറഞ്ഞ പോലെ കംപ്ലയിൻ്റ് ഉണ്ട്, ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ ക്രൗണ്, പിനിയൻ സെറ്റ്, ക്ലച്ചിൻ്റെ കേബിൾ, ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. വാഷിങ്ങിന് വാട്ടർ സർവീസും കൂടി മന്നുണ്ട് അതിനകത്ത്. വാഷിംഗ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. ഞാൻ ചെയിൻ സ്പോക്കറ്റ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഇടണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. എന്തെങ്കിലും വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി.